നമസ്കാരം. UPI പേയ്മെന്റുകളിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരുപാട് പുതിയ മാറ്റങ്ങൾ UPI പേയ്മെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നു. സെപ്റ്റംബർ 15 മുതൽ, അതായത് ഇന്ന് മുതലാണ് ഈ ഒരു മാറ്റങ്ങൾ ഇംപ്ലിമെന്റ് ആവുക. അവ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. ബോസ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുമ്പ് നമ്മൾ UPI പേയ്മെന്റ് നടത്തുന്ന സമയത്ത് വലിയ എമൗണ്ടുകൾ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ അത് ഒറ്റത്തവണയായിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ UPIയിൽ വന്ന പുതിയ മാറ്റം പ്രകാരം നമുക്ക് വലിയ എമൗണ്ട് ഒറ്റത്തവണയായിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഷോപ്പിംഗ്, അതുപോലെ തന്നെ ബില്ല് പേയ്മെന്റുകൾ, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾക്ക് പണം അയക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള പേയ്മെന്റുകൾ, ഇവയുടെ എല്ലാം ലിമിറ്റ് 1 ലക്ഷം രൂപയായിരുന്നു പെർ ഡേ എന്നുള്ളത്. ദാറ്റ് വിൽ റിമെയിൻ ആസ് സെയിം. അതായത് നമുക്ക് 1 ലക്ഷം രൂപ മാത്രമാണ് ഇത്തരത്തിലുള്ള പേയ്മെന്റുകൾ നടത്താൻ വേണ്ടി പറ്റുന്നത്. അതിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ചില പ്രത്യേക കാറ്റഗറികളിൽ ഈ ഒരു UPI ലിമിറ്റിന് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾക്കും അതുപോലെ തന്നെ ഇൻഷുറൻസുകൾക്കുമാണ് ഒരു പ്രധാന മാറ്റം വന്നിരിക്കുന്നത്. മുമ്പ് നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം UPI വഴി അടക്കാൻ പറ്റുന്ന, പ്രതിദിനം അടക്കാൻ പറ്റുന്ന മാക്സിമം തുക 2 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ പുതിയ മാറ്റം വന്നതോടുകൂടി സെപ്റ്റംബർ 15 മുതൽ, അതായത് ഇന്ന് മുതൽ ഒരു ദിവസം 10 ലക്ഷം രൂപ വരെ പ്രീമിയം ഇനത്തിൽ നമുക്ക് UPI വഴി അടക്കാൻ പറ്റും. അത് പെർ ട്രാൻസാക്ഷൻ 5 ലക്ഷം എന്നുള്ള കണക്കിലാണ്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം 2 ട്രാൻസാക്ഷനുകളിലായി 10 ലക്ഷം രൂപ വരെ പ്രീമിയം ഇനത്തിലേക്ക് അടക്കാൻ UPI വഴി സാധ്യമാണ്. ഇത് പ്രധാനമായിട്ടും സഹായകമാകുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ എമൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം പെട്ടെന്നുള്ള പേയ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു തുക ഒരു ദിവസം കൊണ്ട് അടക്കണം എന്നുള്ള ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു പുതിയ മാറ്റം, UPIയിൽ വന്ന ഈ ഒരു പുതിയ മാറ്റം ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കും. മുമ്പ് നമ്മൾ UPI ട്രാൻസാക്ഷൻ ട്രാവൽ ബുക്കിംഗ് ആയി ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർ ട്രാൻസാക്ഷൻ 1 ലക്ഷം രൂപ മാത്രമേ അയക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതായത് നമ്മളൊരു ഫോറിൻ ട്രിപ്പൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുക്കിംഗ് ചെയ്യേണ്ടി വരും. ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങളുടെ ഒരു പാക്കേജിന്റെ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 5,20,000 രൂപയാണെങ്കിൽ 6 സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് ഈ ഒരു എമൗണ്ട് അടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പുതിയ മാറ്റം വന്നതോടുകൂടി ഇതിന്റെ ആവശ്യമില്ല. അതായത് 5 ലക്ഷം നിങ്ങൾക്ക് ഒറ്റയടിക്ക് അയക്കാം. 5,20,000 ആണല്ലോ നമ്മുടെ പാക്കേജ് തുക. 5 ലക്ഷം വൺ ഷോട്ടിൽ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പറ്റും. അത് കൂടാതെ 20,000 വരുന്നത് നമുക്ക് അടുത്ത ഒരു ട്രാൻസാക്ഷനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സിംഗിൾ ഡേ, ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രിപ്പുകൾക്ക്, അതായത് വിദേശയാത്ര പോലെയുള്ള, ഫോറിൻ ടൂറുകൾ പോലെയുള്ള കാര്യങ്ങൾക്ക് ബുക്കിംഗ് ചെയ്യുന്നത് വളരെ ഈസി ആയി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരു മാറ്റം വന്നതോടുകൂടി ഉണ്ടാവാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും അതുപോലെ തന്നെ ലോൺ പേയ്മെന്റുകളും ഈസിയായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മുമ്പ്, അതായത് ഈ ഒരു UPI മാറ്റം വരുന്നതിന് മുമ്പ് ഒരു ദിവസം 2 ലക്ഷം രൂപ മാത്രമായിരുന്നു നമുക്ക് അടക്കാൻ പറ്റുമായിരുന്നത്. അതായത് പെർ ട്രാൻസാക്ഷൻ 2 ലക്ഷം രൂപ. എന്നാൽ പുതിയ നിയമം വന്നതോടുകൂടി ഒരു ട്രാൻസാക്ഷനിൽ 5 ലക്ഷം രൂപ വരെ അടക്കാൻ പറ്റും. ഒരു ദിവസം മാക്സിമം ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ 6 ലക്ഷം രൂപയായും മാറിയിരിക്കുന്നു. അതായത് 5 ലക്ഷത്തിന്റെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തെ 1 ലക്ഷത്തിന്റെ സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ചെയ്യാൻ വേണ്ടി സാധ്യമാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് 5.5 ലക്ഷം രൂപയാണെങ്കിൽ മുമ്പത്തെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് 2 ലക്ഷത്തിന്റെ ഒരു ട്രാൻസാക്ഷൻ, 2 ലക്ഷത്തിന്റെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, അത് കഴിഞ്ഞ് 1.5 ലക്ഷത്തിന്റെ മറ്റൊരു ട്രാൻസാക്ഷൻ. ഈ പുതിയ നിയമം വന്നതിന് ശേഷം നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്ലസ് 10,000 രൂപ 2 ഗഡുക്കളായി അല്ലെങ്കിൽ 2 തവണയായിട്ട് അയക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 4.5 ലക്ഷം രൂപ വരെയുള്ള ലോൺ EMIയും ഒറ്റ ഷോട്ടിൽ നമുക്ക് അയക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു പുതിയ നിയമം വന്നതോടുകൂടി നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ UPI ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഞാൻ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നിങ്ങളെ പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും നമ്മൾ പല മാർഗങ്ങളിലും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ പണത്തിന്റെ സേഫ്റ്റിയും മറ്റൊന്ന് നമുക്ക് ലഭിക്കുന്ന റിട്ടേണുമാണ്. ഇവ രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. അവിടെയാണ് വിൻഡ് വെൽത്ത് നിങ്ങളെ സഹായിക്കുന്നത്. ക്യൂറേറ്റഡ് കോർപ്പറേറ്റഡ് ബോണ്ടുകളിൽ നിക്ഷേപകരെ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവരെ അനുവദിക്കുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ബ്രോക്കറാണ് വിൻഡ് വെൽത്ത്. വെറും 1000 രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വിൻഡ് വെൽത്തിൽ അക്കൗണ്ട് ആരംഭിക്കാം. 9 മുതൽ 12% വരെയുള്ള ഒരു ഫിക്സഡ് റിട്ടേൺ ഇതിൽ നിന്നും ലഭിക്കുന്നു. ഇത് PPF-നേക്കാളും ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും കൂടിയ ഒരു പെർസെന്റേജ് ആണ്. അത് മാത്രമല്ല, ഇക്വിറ്റിയേക്കാൾ കൂടുതൽ പ്രഡിക്റ്റബിളുമാണ്. ഇതിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഡിഫോൾട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇത് കൂടുതൽ റിലയബിളും ട്രസ്റ്റ് വർത്തിയും ആകുന്നു. അതുകൂടാതെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. വിവിധ തരത്തിലുള്ള ബോണ്ടുകൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് അവയിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കാം. അതുകൂടാതെ നിങ്ങൾ വാങ്ങിയ ബോണ്ടുകൾ നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിൻ വെൽത്ത് പ്ലാറ്റ്ഫോമിൽ തന്നെ വിൽക്കാനുള്ള ഓപ്ഷനുമുണ്ട്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് വിൻ വെൽത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക്
ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിൻ വെൽത്തിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ജ്വല്ലറി പർച്ചേസുകൾക്കും ഇതുപോലെ തന്നെ UPI പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ UPI ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്ന സമയത്ത് മുമ്പ് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷനിൽ കൊടുക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ ഇത് 2 ലക്ഷം രൂപയാക്കി മാറ്റിയിരിക്കുന്നു. അതായത് ഒരു ട്രാൻസാക്ഷനിൽ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് അയക്കാം. ഒരു ദിവസം 6 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി പറ്റും. അതായത് 3 ട്രാൻസാക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് 6 ലക്ഷം രൂപയുടെ സ്വർണം നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് ജ്വല്ലറിയിൽ നിങ്ങൾക്ക് 3 ട്രാൻസാക്ഷൻ ആയിട്ട് വളരെ ഈസി ആയിട്ട് അടക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ടാക്സ് പേയ്മെന്റുകൾക്കും ഈ ഒരു UPI മാറ്റം ബാധകമാണ്. മുമ്പ് ഒരു ദിവസം 1 ലക്ഷം രൂപ മാത്രമായിരുന്നു കൊടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നത്. എന്നാൽ പുതിയ മാറ്റം വന്നതോടുകൂടി ഒരു ട്രാൻസാക്ഷനിൽ 5 ലക്ഷം രൂപയും ഒരു ദിവസം മാക്സിമം 10 ലക്ഷം രൂപയും അടക്കാൻ വേണ്ടി പറ്റും. അതുകൂടാതെ ഫോറക്സ് പേയ്മെന്റുകൾക്കും UPI മാറ്റം വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമോ വിദേശത്ത് പഠിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് പണം അയക്കേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ മുമ്പ് 2 ലക്ഷം രൂപ വരെയായിരുന്നു ഒരു ദിവസം നമുക്ക് അടക്കാൻ പറ്റുമായിരുന്നത്. എന്നാൽ പുതിയ നിയമം, അതായത് സെപ്റ്റംബർ 15 തൊട്ട് ഇന്ന് തൊട്ട് വരുന്ന പുതിയ നിയമത്തോടു കൂടി ഒരു ട്രാൻസാക്ഷനിൽ 5 ലക്ഷം രൂപ വരെ അടക്കാൻ പറ്റും. ഒരു ദിവസം മാക്സിമം അടക്കാൻ പറ്റുന്ന തുകയും 5 ലക്ഷമാണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് UPIയിൽ ഇന്ന് തൊട്ട് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. ഇത് ചെറിയ ചെറിയ മാറ്റങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. വലിയ എമൗണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടിയ തുക നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ സാധാരണ ചായക്കടയിൽ കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കടയിൽ പോയി നമ്മൾ അവിടെ നിന്ന് സാധനം വാങ്ങി നമ്മൾ കൊടുക്കുന്ന നോർമൽ ചിലവുകൾക്കുള്ള മാറ്റങ്ങളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അതിന് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. സോ ഒരു വലിയ ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഞാൻ മേലെ പറഞ്ഞ ഇടങ്ങളിൽ നമ്മൾ UPI ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, ലിമിറ്റിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആളുകൾക്കും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ്വാല, ബി ദ ബോസ്.